നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടണമെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു സർട്ടൻ ലെവൽ ഓഫ് പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ താൻ പാതി ദൈവം പാതി എന്ന്? അത് സത്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പറയാറുണ്ട് ഗോ വിത്ത് ദ ഫ്ലോ, ഫ്ലോവിനൊത്ത് പോകണമെന്ന്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, നിങ്ങളൊരു പുഴേൻ്റെ കരയിൽ നിൽക്കുകയാണ്, നല്ല ഒഴുക്കുള്ള പുഴ. ഓക്കെ, പെട്ടെന്ന് നിങ്ങളെ ആരോ പുറകിൽ നിന്ന് തള്ളി താഴെ ഇട്ടു. സോ നിങ്ങൾ അവയർനെസ്സിലല്ല, നിങ്ങളുടെ ബോഡി മാത്രമേ അവിടെ ഉള്ളൂ, നിങ്ങൾ വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പെട്ടെന്ന് തള്ളി താഴെ ഇടുമ്പോൾ ആ ഒരു ഹൂക്കിൽ വന്നിട്ട് നിങ്ങൾ താഴേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് കാണുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും, നിങ്ങൾ കൈയിട്ടടിക്കും, നിങ്ങൾ രക്ഷപ്പെടാനുള്ള ആ ഒരു തിങ്കിങ്ങിൽ വന്നിട്ട് നിങ്ങൾ ശരിക്കും നിങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോ വിത്ത് ദ ഫ്ലോ ഒന്നും ഇവിടെ കിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഇനി നേരെ മറിച്ച് അവയർനെസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തി, പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് ഇങ്ങനെ തള്ളി താഴെ ഇടുന്നെങ്കിൽ അയാൾക്ക് എങ്ങനെ അയാളുടെ ബോഡി ലൈറ്റർ ആക്കിയിട്ട് ഗോ വിത്ത് ദ ഫ്ലോ ചെയ്യാമെന്ന് അറിയാം, അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടുത്താൻ അറിയാം. സോ ഇവിടെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിശ്രമം വേണം. നമ്മൾ യോഗീസിനെ കാണുന്നു, യോഗികൾ വന്നിട്ട് ദൈവത്തോട് അടുത്തവരാണ്. ദൈവത്തോട് അടുക്കാനും ഒരു സർട്ടൻ ലെവൽ ഓഫ് പ്രാക്ടീസ് ആവശ്യമാണ്. അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് എനിക്കത് വേണം, എനിക്കിതായോ, എനിക്ക് ആഗ്രഹമുണ്ട്, ഈ ആഗ്രഹമുണ്ട് എന്നൊരു ലിസ്റ്റ് നിരത്തിയാൽ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കില്ല. സോ പരിശ്രമം ആവശ്യമാണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അറ്റാച്ച്മെൻറ്റ് ഇൻ ഡിറ്റാച്ച്മെൻറ്റ് എന്ന്. ഇത് നടപ്പിലാക്കാൻ പോലും നമ്മൾക്ക് പ്രാക്ടീസ് ആവശ്യമാണ്. ബുദ്ധിസത്തിൽ വന്നിട്ട് ഇതിനൊരു പ്രത്യേക ഒരു മാർഗം, ഒരു വഴി തന്നെയുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് അല്ലേ? അപ്പോൾ അവരവരുടെ കഴിവ് വെച്ചിട്ട്, ഇപ്പോൾ ഒരാൾക്ക് വന്നിട്ട് വരയ്ക്കാനുള്ള കഴിവാണെങ്കിൽ അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ട് വർക്കിനോട് നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒടുക്കത്തെ സ്നേഹം തന്നെയായിരിക്കും. സോ ഓരോ ദിവസവും അവർ അതിനെ ശ്രദ്ധിക്കും, അതിനെ നോക്കും, അതായിട്ട് അറ്റാച്ച് ആവും. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ ആരാണോ ആ ഒരു ചിത്രം വരച്ചത് അയാൾ തന്നെ ആ ഒരു ചിത്രത്തിനെ വന്നിട്ട് ബേൺ ചെയ്യും, ഇല്ലാതാക്കും, ഡിസ്ട്രോയ് ചെയ്യും. സോ ഇതൊരു പ്രാക്ടീസാണ് അറ്റാച്ച്മെൻറ്റ് ഇൻ ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാത്തിനും പരിശ്രമം ആവശ്യമാണ്. നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് വന്നിട്ട് ഇതെന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ പർപ്പസ് ചെയ്യും, നമ്മളിലേക്ക് വരാനുള്ളത് നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്.